Hi all, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. Two wedges A and B are used to raise another block C weighing 1000 Newton as shown in figure. Assuming coefficient of friction as 0.25 for all the surfaces, determine the value of P for impending upward motion of block C. Okay. സോ നമുക്കത് ഇവിടെ രണ്ട് വെഡ്ജസ് ഉണ്ട്, എയും ബിയും ഉണ്ട്. ആ രണ്ട് വെഡ്ജിന്റെ ടോപ്പിലായിട്ട് നമുക്കൊരു ബ്ലോക്ക് ഉണ്ട്, ദാറ്റ്സ് ബ്ലോക്ക് സി. ആ ബ്ലോക്ക് സിയുടെ സെൽഫ് വെയിറ്റ് നമ്മൾ 1000 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെഡ്ജസിന്റെ കേസിലായതുകൊണ്ട് വെഡ്ജസ് ലൈറ്റ് മെറ്റീരിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ അതിന്റെ വെയിറ്റ് നമ്മൾ യൂഷ്വലി നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ വെഡ്ജസ് എയുടെയും ബിയുടെയും വെയിറ്റ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. നമുക്ക് ഏത് ബ്ലോക്കിനാണ് നമുക്ക് റൈസ് ചെയ്യേണ്ടത് അതിന്റെ വെയിറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ ബ്ലോക്ക് സീനെ പൊക്കാനായിട്ട് എയിലും ബിയിലും നമ്മൾ പി ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പ്രോബ്ലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ബ്ലോക്കുകളുണ്ട്, എയും ബിയും. പക്ഷേ ഇത് നമുക്ക് ഈ അറേഞ്ച്മെന്റ് കണ്ടറിയാം. ഈ അറേഞ്ച്മെന്റ് സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. എയുടെയും ബിയുടെയും കറക്റ്റ് മിഡ് പോയിന്റിലായിട്ടാണ് ആ വെഡ്ജിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. സോ സിസ്റ്റം മൊത്തത്തിൽ സിമെട്രി ആണ്. സോ നമുക്ക് ഒന്നെങ്കിൽ എയിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ ബിയിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാന്ന് ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ എയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ബിയിൽ, ബിക്കോസ് ഓഫ് ദി സിമെട്രിക്കൽ അറേഞ്ച്മെന്റ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോണ്ടാക്ട് സർഫസ് മാത്രം എടുത്ത് നമുക്ക് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്കിനി ഓരോ ബ്ലോക്കിനെ എടുത്തിട്ട് അതിൻ്റെയൊക്കെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എ ബ്ലോക്കും സി ബ്ലോക്കിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഏത് ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ സോൾവ് ചെയ്താൽ മതി. എനിവേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം നമുക്ക് നമുക്ക് ഉയർത്താൻ പോകുന്ന മെറ്റീരിയലിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സെന്റർ കോപ്പി എടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ഫോഴ്സസ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന സെൽഫ് ആയിട്ട് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് 1000 ന്യൂട്ടൺസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ബാക്കി ഫോഴ്സസ്, ഇത് എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അത് നോർമൽ റിയാക്ഷൻ ജനറേറ്റ് ചെയ്യും അല്ലെ. എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ബ്ലോക്ക് സി അതിന് എയു ആയിട്ടും കോണ്ടാക്ട് ഉണ്ട്, ബിയു ആയിട്ടും കോണ്ടാക്ട് ഉണ്ട്. സോ അത് അതിന്റെ സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് രണ്ട് കോണ്ടാക്ട് സർഫസിലെയും റിയാക്ഷൻസ് സെയിം ആയിരിക്കും അല്ലെ. നമുക്കിവിടെ ഇപ്പൊ ബ്ലോക്ക് എയും സിയും ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലെ. നമുക്കതിന് RN1 ഓക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എയും സിയും ആയിട്ട് വരുന്ന കോണ്ടാക്ട് സർഫസിൽ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും അല്ലെ. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നോർമൽ റിയാക്ഷൻ ആണ് അല്ലെ. അതിങ്ങനെയായിരിക്കും ആ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ബിയിലും ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ലെറ്റ് ദിസ് ബി RN1 ആൻഡ് ലെറ്റ് ദിസ് ബി RN2. ഓക്കെ, നമ്മളുടെ ഫിഗർ നോക്കിയേ. നമ്മളുടെ നമുക്ക് ഉയർത്തേണ്ട മെറ്റീരിയൽ, അതായത് ആ സി എന്ന് പറയുന്ന ബ്ലോക്ക് എയിലും ബിയിലും കൂടി ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ ഡിസ്റ്റൻസുകളെല്ലാം സെയിം ആണ്. സോ അതുകൊണ്ട് സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആണ്. സോ അതുകൊണ്ട് വരുന്ന ലോഡ് കറക്റ്റ് ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിലേക്കും ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ട് കോണ്ടാക്ട് സർഫസിലും ജനറേറ്റ് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻസും സെയിം ആയിരിക്കും അല്ലേ. സോ അതുകൊണ്ട് നമുക്കിതിനെ RN1 തന്നെ ഡിനോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിൽ വരുന്ന അടുത്ത ഫോഴ്സ് ഏതാ? ദാറ്റ്സ് ദി ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിലാണ് വരിക? ആ പ്ലെയിൻ ഏതാണോ പ്ലെയിൻ ആ പ്ലെയിനിന് പാരലൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. സോ നമുക്ക് തൽക്കാലം ഇപ്പോൾ എങ്ങനെയാന്ന് വരച്ചിടാം, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഏത് ഡയറക്ഷനിലാണ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി പിന്നെ. സോ തൽക്കാലം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, എന്നിട്ട് ഇത് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഞാനിപ്പോൾ എ ആയിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ കാര്യമാണ് പറയുന്നത്.
ഇവിടുത്തെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ എയിനെ റൈറ്റിലേക്ക് പുഷ് ചെയ്യാണ്. ഓക്കെ, എ എന്നുള്ള ആ വെഡ്ജിനെ മാത്രം നോക്കുക. ഓക്കെ, നമ്മൾ എയിനെ റൈറ്റിലേക്ക് പുഷ് ചെയ്യുമ്പോഴാണ് വെഡ്ജ് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരിക. അപ്പോൾ വെഡ്ജിന്റെ കോണ്ടാക്ട് സർഫസിൽ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്ക് ഉണ്ടാവുക? വെഡ്ജിന്റെ കോണ്ടാക്ട് സർഫസിൽ. ഓക്കെ, എ ആണ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വെഡ്ജ് എങ്ങോട്ടാ? വെഡ്ജ് മുകളിലേക്ക് പോകാനാണ് ടെൻഡ് ചെയ്യുക അല്ലേ? അപ്പോൾ വെഡ്ജിന്റെ കോണ്ടാക്ട് സർഫസിൽ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ടുവേർഡ്സ് ലെഫ്റ്റ് ടോപ്പ് ആയിരിക്കും അതിന് മൂവ്മെന്റ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതായത് റൈറ്റ് ബോട്ടത്തിലേക്കാണ് ഫ്രിക്ഷന്റെ ആക്ഷൻ വരിക. ക്ലിയർ ആയില്ലേ? എ നമ്മൾ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന ബ്ലോക്ക് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ്. നമ്മളത് കോണ്ടാക്ട് സർഫസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സിയുടെ കോണ്ടാക്ട് സർഫസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കോണ്ടാക്ട് സർഫസ് മൂവ് ചെയ്യുക ലെഫ്റ്റ് ടോപ്പിലോട്ടായിരിക്കും. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ സെയിം. അപ്പോൾ അടുത്തത് ബി ആയിട്ടുള്ള കോണ്ടാക്ട് സർഫസ് നോക്കുക. ബി എങ്ങോട്ടാ മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്? ബി മൂവ് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് അല്ലേ? അപ്പോൾ സിയുടെ കോണ്ടാക്ട് സർഫസ് നോക്കി കഴിഞ്ഞാൽ സിയുടെ കോണ്ടാക്ട് സർഫസിന് എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്? റൈറ്റ് ടോപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് അല്ലേ? അപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഏത് ഡയറക്ഷനിലായിരിക്കും? ലെഫ്റ്റ് ബോട്ടത്തിലേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വരാനുള്ള ടെൻഡൻസി. ഓക്കെ, സോ നമുക്ക് അവിടെ അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സും കറക്റ്റ് ആയിട്ട് വരച്ചു വെക്കാം. ഓക്കെ, ആ ലൈനിന് പാരലായിട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആംഗിളുകളൊക്കെ എത്രയാന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അതിനേക്കാളും മുമ്പ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര നോക്കാം. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ദാറ്റ്സ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻടു റിയാക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ദാറ്റ് ഈസ് 0.25 അല്ലേ? സോ ഇൻ ഹിയർ this value will be 0.25 Rn1 അല്ലേ? This is 0.25 Rn1 and this is also അവിടെയും കോണ്ടാക്ട് ഫ്രിക്ഷൻ സെയിം ആണ്, 0.25 Rn1 അല്ലേ? നമുക്ക് ഇതിന്റെ ആംഗിളുകളൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ് ലൈനും വൈ ലൈനും വരയ്ക്കാം. ആക്സിസ് ലൈൻസ് വരച്ചിട്ടുണ്ട്. നമുക്ക് ആക്സിസിനെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഓരോ സ്ഥലത്തും കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഓരോ ആംഗിൾ എത്ര നോക്കാം. ആക്ച്വലി ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കാണാൻ എളുപ്പത്തിനാണ് അതിന് കുറച്ചുകൂടി താഴത്തേക്ക് കയറ്റി വരച്ചത്. കറക്റ്റ് ആയിട്ട് ആ പ്ലെയിനിൽ കൂടെ തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. കറക്റ്റ് ആയിട്ട് ഇങ്ങനെയായിരിക്കും അത് ആക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ ആംഗിൾ എടുക്കാം. ഈ ആംഗിൾ എത്രയാ വരിക? ഇത് മൊത്തം 120 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ദിസ് വിൽ ബി 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇത് ഇത്രയും 90 ഡിഗ്രി ആണ്. ഇത്ര ആംഗിൾ എത്രയാണെന്ന് പറയാം. ഇത് മൊത്തം 120 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഇത്ര ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
that will be ഈ triangle തന്നെ എത്രയായിരിക്കും 120യുടെ ഹാഫ് അല്ലേ and that is എത്രയാണ് 60 degrees അല്ലേ ഇത്ര ആംഗിൾ 60 ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ ഇത്ര ആംഗിൾ എത്രയായിരിക്കും ഇത്ര ആംഗിൾ എത്രയായിരിക്കും that will be 30 degrees അല്ലേ ക്ലിയർ ആയോ ഇത് കുറച്ചുകൂടി ഫിഗർ കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കാം അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും ഓക്കെ ഇനി പറഞ്ഞേ ഇപ്പോൾ നമ്മളിവിടെ ആക്സസ് വരച്ചിട്ടുണ്ട് ഇത്ര ആംഗിൾ this is 60 degrees അല്ലേ this is 60 degrees അങ്ങനെയാണെങ്കിൽ ഇത്ര ആംഗിൾ എത്രയായിരിക്കും this much angle will be 30 degrees അല്ലേ ഇത്ര ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇത്ര ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം this angle will be 30 ഡിഗ്രി അല്ലേ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് അതിന് കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു ലൈൻ ആണത് അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും അല്ലേ ഇപ്പോൾ സെയിം കേസിന് നമുക്ക് ഇപ്പുറത്തും പറയാമല്ലോ അല്ലേ ബി യു ആയിട്ടുള്ള കോണ്ടാക്റ്റിലും നമുക്ക് പറയാം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് ഓക്കെ അപ്പോൾ ഇത്ര ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും this angle will also be 30 degrees അല്ലേ ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാം ഓക്കെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക ഇതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്യാതെ അല്ലേ നമുക്ക് എന്താണ് എടുക്കേണ്ടത് അത് ഈ ബ്ലോക്ക് സീനെ ജസ്റ്റ് ഒന്ന് പൊക്കാനായിട്ട് ആവശ്യമായിട്ട് എത്ര ഫോഴ്സ് വേണം എന്നാണ് നമ്മളോട് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് ആ പൊക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെ സ്റ്റേബിൾ ആക്കി വയ്ക്കുന്ന മാക്സിമം ഫോഴ്സ് ആണ് അതായത് അപ് ടു ദാറ്റ് മച്ച് ഫോഴ്സ് ആ ബോഡി മൂവ് ചെയ്യില്ല അതിനേക്കാളും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും സോ ആ പർട്ടിക്കുലർ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ അപ് ടു ദാറ്റ് മച്ച് ഫോഴ്സ് എന്താ വെഡ്ജസ് ഇൻ ഇക്വിലിബ്രിയം അല്ലെ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും വെഡ്ജസ് ഇൻ വെഡ്ജ് അല്ല മൊത്തം സിസ്റ്റം ഈസ് ഇൻ equilibrium hence sum of all horizontal forces will be equal to 0 and sum of all vertical forces will be equal to 0 അല്ലേ ഇതിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സിനൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഫിഗറിനൊന്ന് ചെറുതാക്കാം അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ മുഴുവനായിട്ട് കൊള്ളില്ല ഇത് കോപ്പി എടുത്തിട്ട്
കോപ്പിയിൽ പണിയാം. കുറച്ചൊന്ന് ചെറുതാക്കി വെക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ, സം ഓഫ് all horizontal forces is equal to 0. Is equal to 0. ഏതൊക്കെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് വരിക? ഇവിടെ ഇൻക്ലൈൻ ഫോഴ്സസ് ഉണ്ട് അല്ലെ? ഇൻക്ലൈൻ ഫോഴ്സസ് അതിന്റെ ഇൻക്ലിനേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ കമ്പണൻസ് ആണ് നമുക്ക് നോക്കണ്ടേ. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇതിന്റെ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടില്ല. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് ഇത്രയായിരിക്കും. ഈ 0.25 RN1 അത് ആ 0.25 RN1ഉം RN1ഉം പെർപെൻഡിക്കുലർ ആണ് അല്ലെ? അപ്പൊ ഇത്ര ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 60 ഡിഗ്രീസ്. ദെൻ ഈ ആംഗിളും 30 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ഈ ആംഗിളും എത്രയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ആൻഡ് സോ ഇസ് ദിസ് ആംഗിൾ. ഈ ആംഗിളും 30 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, സോ ഈ ഇൻക്ലൈൻ ഫോഴ്സസിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ 0.25 RN നമ്മൾ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേർഡ്സ് റൈറ്റ് വരുന്ന ഫോഴ്സിനാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, സോ 0.25 RN1 അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? എങ്ങനെയാണ്ടാ? സോറി, ടുവേർഡ്സ് റൈറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. നമ്മളുടെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് വിൽ ഇസ് 0.25 RN1. ഹൊറിസോണ്ടൽ കമ്പണന്റ് ഇസ് കോസ് തീറ്റ അല്ലേ? ഇനി അടുത്തത് ഈ RN1ന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് അത് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? അത് ആക്ട് ചെയ്യുന്നതും ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ അതും പോസിറ്റീവ് ഡയറക്ഷനിലാണ്. സോ പ്ലസ് RN1 സൈൻ 30 അല്ലേ? ഇനി ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് അതെങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് അല്ലേ? അതുകൊണ്ട് അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ 0.25 RN1 അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 30 അല്ലേ? ഇനി അടുത്തത് ഈ RN1 അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് പറയുന്നത് അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും ആക്ട് ചെയ്യുക. സോ മൈനസ് എന്താണ്? RN1 അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 30. ആൻഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അല്ലേ? 0.25 RN1 cos 30 minus 0.25 RN1 cos 30. This is equal to 0. സിമ്പിൾ. അതുകൊണ്ടാണ് നമ്മൾ വെഡ്ജിന്റെ ഇന്റർഫേസ് ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞത്. മനസ്സിലായി? നമുക്കിപ്പോൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് സിമെട്രിക്കൽ ലോഡിംഗ് ആണ്, സിമെട്രിക്കൽ സൈസ് ആണ്, സിമെട്രിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ യാതൊരുവിധ ഫോഴ്സും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് സിമെട്രിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണം നിർബന്ധമില്ല. എനിവേ നമ്മൾ ചെയ്തു നോക്കി കഴിഞ്ഞാലും നമുക്കത് ഇതേപോലെ 0 വരുന്നൊരു ഇക്വേഷനെ കിട്ടുള്ളൂ. നമുക്ക് ആ ഇക്വേഷൻ കൊണ്ട് വേറെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോൾവ് ചെയ്താലും നമുക്ക് 0 തന്നെ കിട്ടുള്ളൂ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ചെയ്താലും നമുക്ക് 0 കിട്ടുള്ളൂ. നമുക്ക് സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പണന്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഞങ്ങൾക്ക് അടുത്ത എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കാൻ നേരത്ത് അതിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ടോപ്പ് വരുന്നതിനാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കാം. RN1ന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? ടുവേർഡ്സ് ടോപ്പ് ആയിരിക്കും അല്ലേ? സോ RN1
അതിൻ്റെ വെർട്ടിക്കൽ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ Rn1 cos 30 അല്ലേ? ഇനി 0.25 Rn1 അതിൻ്റെ വെർട്ടിക്കൽ കമ്പണന്റ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ബോട്ടം ആയിരിക്കും. സോ നെഗറ്റീവ് ആണ്. -0.25 Rn1 sin 30 അല്ലേ? ഇനി അടുത്തൊരു 1000 ന്യൂട്ടൺ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. -1000. ഇനി അടുത്തത് ഈ Rn1 അതങ്ങോട്ടാ ടുവേർഡ്സ് ടോപ്പ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ പ്ലസ് Rn1 ഏതാണ്ട് വെർട്ടിക്കൽ കമ്പണന്റ് cos 30 അല്ലേ? cos 30. അടുത്തത് 0.25 Rn1 അതിൻ്റെ വെർട്ടിക്കൽ കമ്പണന്റ് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ബോട്ടം ആണ്. സോ -0.25 Rn1 വെർട്ടിക്കൽ കമ്പണന്റ് ഇസ് sin 30. വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ? വേറെ വെർട്ടിക്കൽ ഫോഴ്സ് ഒന്നുമില്ല. ഹെൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതിവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് ആ സിമ്മെട്രി ഉള്ളതുകൊണ്ട് തന്നെയാണ് വെർട്ടിക്കൽ കമ്പണന്റും ഒരേപോലെ വന്നത്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് വെർട്ടിക്കൽ ഫോഴ്സ് ആയത് കാരണം അത് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് എല്ലാം ആക്ട് ചെയ്യുന്നത്. ഇവിടെ ആഡ് അപ്പ് ആണ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഇന്റർഫേസ് സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇനി എഴുതാം, എല്ലാത്തിനൊക്കെ Rn1 നമുക്ക് പുറത്തെടുത്ത് എഴുതാം അല്ലേ? ഓർ നോക്കി ഇപ്പോൾ Rn1 cos θ ഉണ്ട്, ഇവിടെ ഒരു Rn1 cos θ ഉണ്ട്. സോ ദിസ് വിൽ ബി 2 Rn1 cos 30 അല്ലേ? ഇനി അടുത്തത് 0.25 അല്ലേ? ദാറ്റ് വിൽ ബി -2 into 0.25 Rn1 sin 30 and 1000 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ദിസ് ഇസ് ഈക്വൽ ടു 1000. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 Rn1 പുറത്തേക്ക് എടുക്കാം. ദാറ്റ് വിൽ ബി cos 30 minus 0.25 sin 30 is equal to 1000 അല്ലേ? From that we will get Rn1 is equal to 674.74 newtons. Okay, so നമ്മൾ ബ്ലോക്ക് സീനെ റിസോൾവ് ചെയ്തിട്ട് അതിൻ്റെ അൺനോൺസ് എല്ലാം, നമുക്ക് അൺനോൺ Rn1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബ്ലോക്ക്, അടുത്തത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എ ആണ്. ഓക്കെ, ബ്ലോക്ക് എയോ ബ്ലോക്ക് ബിയോടെ ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അത് രണ്ടും ഒരേ സൈസാണ്, ഒരേ സ്പേസുകൾ ഇട്ടിട്ടുള്ള ഒരേ ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വ്യത്യാസം, ഇപ്പോൾ ഇവിടെ 2p എന്ന പോലെയാണ് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ബിയും കൂടി എടുത്ത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ച് സോൾവ് ചെയ്യണമായിരുന്നു. എനിവേ നമുക്കിവിടെ വരുന്ന ലോഡും അതിൻ്റെ ഷേപ്പും അതിൻ്റെ എല്ലാം സിമെട്രിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയത് കാരണം എ മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ നമുക്കിത് എടുക്കാം. ഇനി ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം എയും സിയും ആയിട്ട് വരുന്ന ഇന്റർഫേസിലെ ഫോഴ്സസിനൊക്കെ മാർക്ക് ചെയ്യാം. ആ ഇന്റർഫേസിൽ ഏതൊക്കെ ഫോഴ്സാണ് വരുന്നത്? ഒരു Rn1 ഉണ്ട്, ഒരു 0.25 Rn1 ഉണ്ട്. ഓക്കെ, ഫോഴ്സ് ഉണ്ട്, ഈ ഫോഴ്സ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ. നമുക്ക് ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം? നമുക്ക് എയുടെയും സിയുടെയും ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റർഫേസും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. സോ സിയിൽ ഫോഴ്സ്, സി ബ്ലോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഫോഴ്സ് എങ്ങനെയാണോ ആ സെയിം ഫോഴ്സ്, സെയിം ഇൻക്ലിനേഷൻ, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മൾ എയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്തിടണം, എന്നാലേ ആ ഇന്റർഫേസ് ഇക്വിലിബ്രിയത്തിലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് Rn1.
കറക്റ്റായിട്ട് എൻ്റെ ഇൻ്റർഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ അതിൻ്റെ ഇൻ്റർഫേസിലുള്ള ഫോഴ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 0.25 R1 ടുവേർഡ്സ് ലെഫ്റ്റ് ടോപ്പാണ് ആക്ട് ചെയ്യുക. അത് നമ്മൾ തിരിച്ചാലോചിച്ചാലും കിട്ടും. ഇപ്പം ഒന്നെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എയുടെ മൂവ്മെന്റ് നോക്കിയാൽ മതി. എയിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണ്ടേ? നമ്മൾ എയുടെ ഇന്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ എയുടെ ഇന്റർഫേസ് മൂവ് ചെയ്യുന്നത് റൈറ്റ് ഡൗൺ ഈ ഡയറക്ഷനിലാണ് അല്ലെ. എനെ നമ്മൾ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ എയുടെ ഇന്റർഫേസിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡൗൺവേർഡ് ആയിട്ടാണ് മൂവ്മെന്റ് വരിക. സോ അവിടെ ഫ്രിക്ഷൻ ജനറേറ്റ് ആവുന്നത് ലെഫ്റ്റ് ടോപ്പ് ആയിട്ട് വേണം അവിടെ ഫ്രിക്ഷൻ ജനറേറ്റ് ആവണ്ടേ. അങ്ങനെ തന്നെയാണ് ഫ്രിക്ഷൻ ജനറേറ്റ് ആയിട്ടുള്ളത്. സോ ഒന്നെങ്കിൽ അങ്ങനെ ആലോചിച്ചെടുക്കാം. പിന്നെ എയിൽ നോർമൽ റിയാക്ഷൻ വരേണ്ടത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ. ഒന്നെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ സിയിൽ വരുന്ന ഫോഴ്സിനെ നേരെ റിവേഴ്സ് ചെയ്തിട്ട് വേണം എയിൽ അപ്ലൈ ചെയ്യാൻ. അങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഇൻക്ലിനേഷൻസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇൻക്ലിനേഷൻ ഒക്കെ നോക്കിയാൽ അതിനും സെയിം ഇൻക്ലിനേഷൻ തന്നെയാണ് അല്ലേ. 30 ഡിഗ്രി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എനിവേ ഞാൻ അതിൻ്റെ അകത്തേക്ക് കൂടുതൽ സമയം കളയാനുള്ള. This will be 30 degree. And this also will be 30 degrees. Same force, same inclination, but opposite in direction. Okay. ഇനി എയുടെ അടുത്ത കോണ്ടാക്ട് എവിടെ വരുന്നത്? എയും ഫ്ലോറുമായിട്ട് മാത്രമേ പിന്നെ കോണ്ടാക്ട് ഉള്ളൂ അല്ലേ. എയും ബിയും ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? എയും ബിയും ആയിട്ട് കോണ്ടാക്ട് ഇല്ല. എയും ഫ്ലോറുമായിട്ടേ പിന്നെ കോണ്ടാക്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എന്തൊക്കെ വരും? അത് ഈ പറയുന്ന പോലെ നോർമൽ റിയാക്ഷൻ വരും. ആ സർഫസിന് നോർമൽ ആയിരിക്കും. നമുക്ക് ആ നോർമൽ റിയാക്ഷന് Rn2 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? അല്ലെ, പി എങ്ങോട്ടാ? ഈ ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. പി എന്താ ചെയ്യുന്നത്? എനെ ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യിക്കാനാണ് ടെൻഡ് ചെയ്യുക അല്ലെ. അപ്പോൾ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക. ഓക്കെ, ആ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ coefficient of friction into normal reaction at that point. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സെയിം കേസ് തന്നെ, സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതുകൊണ്ട് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു 0, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു 0. നമുക്കിനി ഓരോ കേസ് എടുത്ത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് കേസ്, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ ടുവേർഡ്സ് റൈറ്റ് വരുന്ന ഫോഴ്സസിനാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുക. സോ പി ഈസ് പോസിറ്റീവ് അല്ലേ. ഇനി അടുത്ത അവിടെ ഒരു 0.25 Rn2, അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സോ മൈനസ് 0.25 Rn2. ഇനി അടുത്തതാ ഈ ഇൻക്ലൈൻ ഫോഴ്സസിന്റെ ഹൊറിസോണ്ടൽ കമ്പണൻസ് അല്ലെ. Rn1ന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുക? അതിന്റെ കോർഡിനേറ്റ് നോക്കുക. ദാറ്റ് വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ്. സോ മൈനസ് Rn1 cos 30 അല്ലെ. പിന്നെ അടുത്തത് 0.25 Rn1, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഏത് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്? അതും ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് അല്ലെ. സോ മൈനസ് 0.25 Rn1
അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ sin 30 അല്ലേ? ആൻഡ് വേറെ ഏതെങ്കിലും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ഹെൻസ് ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി. ഇതിൻ്റെ അകത്ത് ഈ RN1ന്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RN1ഉം വേർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി അല്ലെ? RN1ഉം വേർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി. ഓക്കെ. ദിസ് ആംഗിൾ ഇസ് 30 ഡിഗ്രി. മാർക്ക് ചെയ്തപ്പോൾ നേരെ തിരിഞ്ഞു പോയതാ. ഇതുണ്ടോ? നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ 0.25 RN2ഉം ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ഇതും ഇത് തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി വരും. സോ RN1ഉം വേർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ഓക്കെ. സോ അടുത്തത് 0.25 RN1 അതും ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ഓക്കെ. സോ ഇതിൻ്റെ അകത്ത് ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി. ആംഗിൾ എടുക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് തെറ്റിപ്പോകും. ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എഴുതിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്ട് RN1ന്റെ ഡയറക്ഷൻ പ്രശ്നമല്ല, പക്ഷെ RN1ന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RN1 sin 30 ആണ്. 0.25 RN1ന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 RN1 cos 30 ആണ് അല്ലേ? ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ സോൾവ് ചെയ്തു. പിന്നെ നമ്മളുടെ രണ്ടാമത്തെ കണ്ടീഷൻ സം ഓഫ് all vertical forces is equal to 0. ഓക്കെ. ഏതൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത്? ഒരു R ഉണ്ട്. വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുമ്പോൾ ടുവേർഡ്സ് ടോപ്പ് വരുന്ന ഫോഴ്സ് ആണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. സോ RN2 പിന്നെ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സസിന്റെയും വെർട്ടിക്കൽ കമ്പണൻസ് ആണ് അല്ലെ? 0.25 RN1ന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ടോപ്പ് ആയിരിക്കും ആക്ട് ചെയ്യുക അല്ലെ? സോ അത് പോസിറ്റീവ് ഡയറക്ഷനിലാണ്. പ്ലസ് 0.25 RN1 അതിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 30 അല്ലേ? ഇനി അടുത്തത് RN1ന്റെ വെർട്ടിക്കൽ കമ്പണന്റ് അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? അതിന്റെ ക്വാഡ്രന്റിൽ നോക്കി കഴിഞ്ഞാൽ ടുവേർഡ്സ് ബോട്ടം ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ മൈനസ് ഡയറക്ഷൻ ആണ് RN1 cos 30 അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 0. അല്ലേ? ഇനി നമുക്ക് ഈ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അൺനോൺ ആയിട്ടുള്ള പീനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ പിയും RN2ഉം അൺനോൺ ആണ്. പക്ഷേ സിഗ്മ വി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് RN1ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? 674.74 ന്യൂട്ടൺസ് ആണ്. ഓക്കെ. നമുക്ക് ആദ്യം ഈ സിഗ്മ വി ഈക്വൽ ടു 0യുടെ അകത്തുനിന്ന് RN2നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇക്വേഷൻ നമുക്ക് RN1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് വിൽ ബി 0.25 into 674.74 sin 30 minus 674.74 cos 30 അല്ലേ? Then this is equal to 0. From that we will get RN2 as 500 newtons. Okay. So നമുക്ക് RN2ന്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാം?
ഈ എല്ലാം കൊണ്ടിട്ട് നമുക്ക് ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പി മൈനസ് 0.25 into 500 minus Rn1 674.74 sin 30 minus 0.25 into 674.74 cos 30 is equal to 0. From that, we will get PS 608.46 newtons. Okay. ഇനി നമുക്ക് ഫിഗറിലേക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ബി എടുത്ത് സോൾവ് ചെയ്താലും പിക്ക് ഈ വാല്യൂ തന്നെ കിട്ടുള്ളൂ ബിക്കോസ് ഓഫ് ദി സിമെട്രി. ഓക്കെ, ഇപ്പം ഞാൻ അതിനകത്തേക്ക് പിയുടെ വാല്യൂ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കി R1 വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. അത് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ പീസ് എത്രയായിരുന്നു? 608.46 newtons. Okay, so നമുക്കതിനെ ഇങ്ങനെ വരയ്ക്കാം. And this is our answer.